കൊച്ചി കപ്പൽശാലയിൽ ഔദ്യോഗിക രഹസ്യം ചോർത്തിയ സംഭവത്തിൽ കരാർ ജീവനക്കാരൻ അറസ്റ്റിൽ. മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടിനെയാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. നാവികസേനയ്ക്കായി നിർമ്മിക്കുന്ന കപ്പലിന്റെ തന്ത്രപ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടെ ഇയാൾ മൊബൈലിൽ പകർത്തിയെന്നും തുടർന്ന് സമൂഹമാധ്യമം വഴി കൈമാറിയതായും കണ്ടെത്തി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുരുതരമായ കുറ്റമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ രഹസ്യമായി വിവരങ്ങൾ പുറത്തേക്ക് ചോർത്തുന്നു, അത് പുറത്തേക്ക് വിടുന്നു, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഒരു ആഴം എത്രത്തോളമാണ്? പ്രിയ, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചി കപ്പൽശാലയിൽ ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ കപ്പലിലെ തന്ത്രപ്രധാന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന കപ്പലിൻ്റെയൊക്കെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കൈമാറി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കൈമാറിയ ഈ കപ്പൽശാലയിലെ തന്നെ കരാർ ജീവനക്കാരനായ മലപ്പുറം സ്വദേശി ശ്രീനിഷ് പൂക്കോടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ കപ്പൽശാലയിൽ കരാർ വ്യവസ്ഥയിൽ ഇലക്ട്രോണിക് മെക്കാനിക്കായി ജോലി ചെയ്തിരുന്നയാളാണ്. മലപ്പുറം സ്വദേശിയാണ്. ഈ നാവികസേനയുടെ നിർമ്മാണത്തിലുള്ള ഈ കപ്പലിൻ്റെ തന്ത്രപ്രധാന ഭാഗങ്ങളുടെ ചിത്രമെടുത്തതിന് പുറമെ പ്രതിരോധ കപ്പലുകൾ, അവയുടെ വരവ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അവയുടെ നിലവിലുള്ള സ്ഥാന വിവരങ്ങൾ, VVIPകളുടെ സന്ദർശന വിവരങ്ങൾ, കപ്പലിനുള്ളിലെ വിവിധ സംഭവങ്ങളെ പറ്റിയുള്ള വിവരങ്ങളുമൊക്കെ ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ചിത്രങ്ങൾ, ഈ മൊബൈലിൽ പകർത്തിയ ഈ ചിത്രങ്ങൾ മെസ്സഞ്ചർ ആപ്പ് വഴി ഏഞ്ചൽ പായൽ എന്നു പേരുള്ള അക്കൗണ്ടിലേക്ക് അയച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ മാർച്ച് മുതൽ ഡിസംബർ 19 വരെയുള്ള കാലയളവിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇൻ്റലിജൻസ് ബ്യൂറോയും ഈ കപ്പൽശാലയിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗവും അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വീഴ്ച കണ്ടെത്തിയത്. അതേ തുടർന്ന് ഇതാരാണ് എന്നുള്ളത് അവർ കണ്ടുപിടിച്ചു. തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഈ കരാർ ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അയാളെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതീവ രഹസ്യമായാണ് നടപടികൾ മുന്നോട്ട് നീക്കിയത്. അതുകൊണ്ട് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ കോളുകൾ സംബന്ധിച്ചും ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് സംബന്ധിച്ചുമൊക്കെ വിശദമായ പരിശോധന നടത്തുകയാണ്. ഇയാൾ കൈമാറിയ ഏഞ്ചൽ പായൽ എന്ന അക്കൗണ്ട് ആരുടെയാണ് എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ച് വരുന്നുണ്ട്. നിലവിൽ ഈ ഏഞ്ചൽ പായൽ എന്ന അക്കൗണ്ടിന് ഉടമ ഈ ശ്രീനിഷുമായി സംസാരിച്ചിരുന്നത് ഹിന്ദിയിൽ സംസാരിക്കുന്ന ഒരു വനിതയാണ് എന്ന വിവരമൊക്കെ പോലീസിനോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അതാരാണ്, അതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഈ മൊബൈൽ ഫോണിൽ ഈ ചിത്രങ്ങൾ പകർത്തി കൈമാറിയത് ഏത് സാഹചര്യത്തിലാണ് തുടങ്ങി വിശദമായ അന്വേഷണം തന്നെ സൗത്ത് പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ശ്രീനിഷ് പൂക്കോടനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. കൊച്ചി കപ്പൽശാലയിൽ നിന്നും ഔദ്യോഗിക വിവരങ്ങൾ ചോർത്തുകയും അത് പുറത്തുവിടുകയും ചെയ്ത ആൾ അറസ്റ്റിലായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്ന വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.